ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇത് കണ്ടോ, ഒരു നൈറ്റ് ഗ്ലോ പെയിൻറ്റിൻ്റെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു ക്യാൻവാസ് ബോർഡാണ്. അപ്പോൾ ഞാൻ ക്യാൻവാസ് ബോർഡ് ഓൺലൈനിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്താണോ ചിത്രം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് ഡ്രോ ചെയ്തെടുത്ത് ഇതിന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യം സ്റ്റാർട്ടിങ് നമ്മൾ നോർമലി ആക്രിലിക്ക് കൊടുക്കുന്നത് പോലെ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് അങ്ങനെ ഒന്ന് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന തീം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ കണ്ടില്ലേ, ആ ഒരു മരങ്ങളുടെ ഇടയിൽ കൂടെ ആ ലൈറ്റ് ഇങ്ങനെ വരുന്ന രീതിയിലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു മരം വരച്ചെടുക്കുവാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് എത്രയാണെങ്കിലും ഒരു നൈറ്റ് തീം എഫക്റ്റാണ് ഈ ഒരു പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എപ്പോൾ ചൂസ് ചെയ്യുമ്പോഴും അങ്ങനത്തെ ഒരു നൈറ്റ് ലുക്ക് വരുന്ന രീതിയിലുള്ള ഫോട്ടോസ് ആകുമ്പോൾ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മരങ്ങൾ വരച്ചെടുത്തു. അപ്പോൾ ഇതിൽ ഒരു ഷെയ്ഡ് വരുന്ന രീതിയിൽ, അതായത് കുറേ ട്രീസ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിന്നിട്ട് അങ്ങനത്തെ ഒരു ലുക്ക് എനിക്ക് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും ഇങ്ങനെ ഫുള്ളായിട്ട് ഈ ട്രീ വരച്ചെടുത്തിട്ട് പിന്നെ ഒരു ഷെയ്ഡ്, ഒരു ജസ്റ്റ് അതിന് മേലെ കൂടെ ഒരു ഷെയ്ഡ്, നമ്മൾ ഒരു വൈറ്റ് ഷെയ്ഡ്, അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന് ഏതാണോ കൊടുക്കുന്നത്, ഇപ്പം ഞാൻ കണ്ടില്ലേ ഇപ്പോൾ ചെയ്യുന്നത് അതുപോലെ ജസ്റ്റ് എന്തെങ്കിലും ഒരു രീതിയിൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷാഡോ എഫക്റ്റാണ് കിട്ടുക. ഷാഡോ എഫക്റ്റ് കിട്ടിയതിന് ശേഷം പിന്നെയും നമ്മൾ വീണ്ടും അതുപോലെ മരങ്ങൾ വരച്ചെടുക്കും. അപ്പോൾ ഈ ഫോട്ടോയിൽ കണ്ടില്ലേ, അതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ജസ്റ്റ് ഇങ്ങനെ ഒരു ഷാഡോ എഫക്റ്റ് പോലെ വന്നില്ലേ. അപ്പോൾ അതുപോലെ ഒരു ഷാഡോ എഫക്റ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ ഒരു നൈറ്റ് ഗ്ലോ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് സൈഡിലൂടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഞാനിപ്പോൾ ട്രീസൊക്കെ വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ അതിൻ്റെ ഏറ്റവും മിഡിലിൽ ഒരു രണ്ട് കപ്പിൾസ് ഇങ്ങനെ, ഒരു കപ്പിൾസ് ഇങ്ങനെ നടന്നു വരുന്നതിൻ്റെ ഒരു രീതിയിൽ എനിക്ക് ഒരു അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ സെൻറ്ററിൽ ഈ ട്രീസൊക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ പുല്ലുകളൊക്കെ വരച്ച് വെച്ചിട്ട് അതിന് ശേഷം ഞാൻ ആ ഒരു കപ്പിൾസിനെ വരയ്ക്കാനാണ്. അപ്പോൾ നമ്മൾ ഈ പുല്ല് വരയ്ക്കുമ്പോഴും എല്ലാം വരയ്ക്കുമ്പോഴും നമ്മൾ ഒരു നൈറ്റ് എഫക്റ്റ് അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എപ്പോഴും ഡാർക്ക് കൊടുത്തതിന് ശേഷം മുകളിൽ ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഒരു ഷാഡോ എഫക്റ്റ് പോലെ നമുക്ക് കിട്ടും. നമുക്ക് വേണ്ടതും അതാണ്, ഒരു ഷാഡോ എഫക്റ്റാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനും ഇതേപോലെ ജസ്റ്റ് പെയിൻ്റ് അടിച്ചു, എന്നിട്ടൊരു ഷാഡോ എഫക്റ്റ് വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലോ പെയിൻറ്റ് ഇടുന്ന മേടിക്കാൻ കിട്ടിയ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത സമയത്ത് എനിക്കിത് എങ്ങനെ ചെയ്യാമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ 2-3 തവണ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ഒരു പെയിൻറ്റ് മേടിക്കുമ്പോൾ ഫസ്റ്റ് എല്ലാവരും ചെയ്യുക, ആ പെയിൻറ്റ് ഫുൾ തേച്ച് വെച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ ഉള്ളിലൂടെ പെയിൻറ്റ് കൊടുക്കണം. അപ്പം നമുക്ക് നമ്മളെ പെയിൻറ്റ് വേസ്റ്റ് ആവുക ചെയ്യുന്നത്. അത്രയും പെയിൻറ്റിൻ്റെ അത്രയൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം പിക്ചേഴ്സൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ചെയ്യാറ് അങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലൂടെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പെയിൻറ്റും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ബെറ്റർ അതല്ലേ, അതുകൊണ്ട് ആ രീതിയിൽ ചെയ്യായിരിക്കും. അപ്പോൾ ലുക്ക് വൈസ് നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. അതായത് നമ്മളൊരു ഡാർക്ക് പെയിൻറ്റും അതായത് നമ്മളൊരു ഡാർക്ക് പെയിൻറ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെയൊക്കെ ഈ നൈറ്റ് ഗ്ലോ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡാർക്ക് പെയിൻറ്റിൻ്റെ മേലെ കുറച്ച് ഈ പെയിൻറ്റ് ആയാലും അതത്ര വിസിബിളായിട്ട് കാണില്ല. കാരണം ആ ഡാർക്കിനെ ഓവർകം ചെയ്തിട്ട് വരാനുള്ളൊരു ലൈറ്റൊന്നും ഇതിനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ കൂടെയാണ് ഇത് കൊടുക്കുന്നുണ്ടെങ്കിലായിരിക്കും നന്നായിട്ട് കാണുന്നുണ്ടാവുക. മനസ്സിലായോ പറഞ്ഞത് എന്താണെന്ന്? എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു കപ്പിൾസിൻ്റെ ഫോട്ടോ ഞാനിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അവർ നടക്കുന്ന ആ വഴിയിൽ ഇങ്ങനെ ജസ്റ്റ് പുല്ല് വരുന്ന രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ കാണുന്നില്ലേ, അപ്പോൾ ഈ പെയിൻറ്റ് 2 ഷെയ്ഡിലാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ലൈറ്റ് ബ്ലൂവും ഒരു ഗ്രീനും വരുന്ന രീതിയിൽ. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നിടത്ത് ബ്ലൂവും ഗ്രീന് വരുന്നിടത്ത് ഗ്രീനും ഒക്കെ ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ച് തിക്ക് തന്നെ ആ പെയിൻറ്റ് കൊടുക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ കുറച്ച് കാണുന്നുണ്ടാവുക. എന്നിട്ട് ഇതുപോലെ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഗ്ലോ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഫുൾ കാണിച്ചു കൊടുത്തിട്ട് അപ്പോൾ ആ ലൈറ്റ് ഈ പെയിൻറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു എഫക്റ്റാണ് അതിങ്ങനെ ഗ്ലോ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നമ്മളെപ്പോഴും നല്ല ലൈറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കണം ഈ ഒരു പെയിൻ്റല്ല ഈ ഒരു പിക്ചർ. അതിന് ശേഷമാണ് ആ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് ഇത് നൈറ്റിൽ ഇങ്ങനെ ഗ്ലോ ചെയ്യുക. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ വർക്ക്? എല്ലാവർക്കും ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബായ്.